പറവൂർ സഹകരണ ബാങ്കിൽ ലക്ഷങ്ങളുടെ അഴിമതിയെന്ന് പരാതി. ആദായ നികുതിയുടെ പേരിൽ നടക്കുന്ന അഴിമതിക്കെതിരെ പൊതുപ്രവർത്തകനായ എൻ മോഹനൻ നൽകിയ പരാതിയെ തുടർന്ന് വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തു. നിരവധി നിക്ഷേപകർ ആശങ്കയിലിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഭരണസമിതി പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് പൊതുപ്രവർത്തകൻ രമേശ് ഡി കുറുപ്പ്. പറവൂർ സഹകരണ ബാങ്കിൽ ആദായ നികുതിയുടെ പേരിൽ ലക്ഷങ്ങളുടെ ക്രമക്കേട് നടന്നുവെന്ന പൊതുപ്രവർത്തകനായ എൻ മോഹനന്റെ പരാതിയിലാണ് വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തത്. എഫ്ഐആർ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചു. CPM പറവൂർ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ 24 പേർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആദായ നികുതി ഫയലിംഗ് ഫീസ് ഇനത്തിൽ ബാങ്കിന്റെ പണം ദുരുപയോഗം ചെയ്തത് സംബന്ധിച്ച അന്വേഷണത്തിൽ ലക്ഷങ്ങളുടെ ക്രമക്കേട് നടന്നതായാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയതെന്ന് എഫ്ഐആറിൽ പറയുന്നു. സാമ്പത്തിക തിരിമറിയിലൂടെ ഇവരുടെ കെടുകാര്യസ്ഥ മൂലം ഇത്തവണ ബാങ്ക് 14 കോടി രൂപ നഷ്ടത്തിലാണെന്നും നിരവധി നിക്ഷേപകർ ആശങ്കയിലിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഭരണസമിതി പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് പൊതുപ്രവർത്തകൻ രമേശ് ഡി കുറുപ്പ് പറഞ്ഞു. സഹകരണ ബാങ്കിലെ അഴിമതിയെക്കുറിച്ച് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി 24 CPM ഉന്നത നേതാക്കൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ ശ്രീ TV നിതിൻ, വിദ്യാനന്ദൻ ഉൾപ്പെടെയുള്ളവർ ഈ കേസിൽ പ്രതിയാണ്. സാമ്പത്തിക തിരിമറിയിലൂടെ ബാങ്ക് ഇവരെ കെടുകാര്യസ്ഥ മൂലം ബാങ്ക് ഇത്തവണ ഈ വർഷം 14 കോടി രൂപ നഷ്ടത്തിലാണ്. നിരവധി നിക്ഷേപകർ ആശങ്കയിലിരിക്കുന്ന ഈ ഭരണസമിതി പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തമായ സമരവുമായി മുന്നോട്ട് പോവുകയാണ്. ഞങ്ങൾ സമരവും അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പറവൂർ. ആദ്യ കാഴ്ചയിൽ നിങ്ങളുടെ മനസ്സിൽ പതിയുന്ന ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷൻസ്. 250 മില്ലി മുതലുള്ള കുട്ടിവളകൾ, 1.5 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, 2 ഗ്രാം മുതലുള്ള വലിയ വളകൾ. അലീന ഗോൾഡൻ ഡയമണ്ട്സ്.